കേരള കോൺഗ്രസ് എം നേതാവും മുൻ മന്ത്രിയുമായ കെ.എം. മാണിയുടെ 5ാം ചരമവാർഷിക ദിനാചരണം നടന്നു. പാലക്കത്തീറ്റ സെമിത്തേരിയിലെ കല്ലറയിൽ ജോസ് കെ മാണി എം.പിയും കുടുംബാംഗങ്ങളും സംഘടനാ നേതാക്കളും പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി. കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് കെ.എം. മാണി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. അരനൂറ്റാണ്ടിലേറെക്കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന രാഷ്ട്രീയ ആചാര്യനായിരുന്ന കെ.എം. മാണിയുടെ 5ാം ചരമവാർഷികാചരണമാണ് നടന്നത്. 1965 മുതൽ 2019 വരെ പാലാ നിയോജക മണ്ഡലത്തെ കേരള നിയമസഭയിൽ പ്രതിനിധീകരിച്ച കെ.എം. മാണി സർ രാഷ്ട്രീയ രംഗത്തെ നിരവധി റെക്കോർഡുകളുടെ ഉടമയാണ്. 2019 ഏപ്രിൽ 9 നിര്യാതനായ കെ.എം. മാണിയെ ഓർമ്മിച്ചുകൊണ്ട് കേരള കോൺഗ്രസുകളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. 5ാം ചരമവാർഷിക ദിനത്തിൽ പാലാ കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിലെ കബറിടത്തിൽ അനുസ്മരണ ചടങ്ങുകൾ നടന്നു. ജോസ് കെ മാണി എം.പിയും കുടുംബാംഗങ്ങളും ജനപ്രതിനിധികളും കബറിടത്തിൽ പൂക്കളർപ്പിച്ച് പ്രാർത്ഥന നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ, തോമസ് ചാഴികാടൻ എം.പി, ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, പ്രമോദ് നാരായണൻ എം.എൽ.എ, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം.എൽ.എ, ജോബ് മൈക്കിൾ എം.എൽ.എ, സ്റ്റീഫൻ ജോർജ് തുടങ്ങിയവർ കബറിടത്തിൽ പുഷ്പാർച്ചന നടത്തി. പറഞ്ഞ പോലെ കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ ശ്രീ തോമസ് ചാഴികാടനെ പ്രഖ്യാപിച്ചത് മാണി സാറാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് മാണി സാറിൻ്റെ അവസാനത്തെ വേർപാടിന് മുമ്പ് അവസാനത്തെ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു. അതിപ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മാണി സാറിൻ്റെ അസാന്നിധ്യത്തിലും ഒരു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മാണി സാർ വേർപെട്ടു പോയെങ്കിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ അത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ മാണി സാറിനെ സ്നേഹിക്കുന്ന, മാണി സാറിനെ ഒരു നേതാവ് എന്നുള്ളതിനപ്പുറം ഒരു നെഞ്ചിലെ പ്രാണനെ പോലെയാണ് എല്ലാവരും കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മാണി സാർ ഇല്ലെങ്കിലും ഞാൻ സൂചിപ്പിച്ച പോലെ ആ ഓർമ്മ തന്നെയാണ്. മാണി സാറ് കെട്ടിപ്പടുത്തിയ ആ കേരള കോൺഗ്രസ് പാർട്ടിയും ആ രണ്ടിലെയും തീർച്ചയായും ഞങ്ങളുടെ എല്ലാവരുടെയും സാധാരണക്കാരായ ജനങ്ങളുടെയും മനസ്സിലുണ്ടാകും. കാരണം മാണി സാറ് തലോടാത്ത ഒരു മേഖലയുമില്ല, ഒരു ജനവിഭാഗവുമില്ല. കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ.എം. മാണിയുടെ 5ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കെ.എം. മാണി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. തിരുനക്കരയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് സ്മൃതി സംഗമം നടന്നത്. കെ.എം. മാണിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് സ്മൃതി സംഗമം നടന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് തിരുനക്കരയിലെത്തിയത്. തിരുനക്കരയിൽ രാവിലെ നടന്ന ചടങ്ങ് പാർട്ടി ചെയർമാൻ കൂടിയായ ജോസ് കെ മാണി എം.പി പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു. സ്മൃതി സംഗമം സംഘാടക സമിതിയുടെ കൺവീനറായ മന്ത്രി റോഷി അഗസ്റ്റിൻ കെ.എം. മാണിയെ അനുസ്മരിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സംഘടനാ പ്രതിനിധികളും കെ.എം. മാണിയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി അന്തരിച്ച നേതാവിനെ അനുസ്മരിച്ചു. തോമസ് ചാഴികാടൻ എം.പി, ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, പ്രമോദ് നാരായണൻ എം.എൽ.എ, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം.എൽ.എ, ജോബ് മൈക്കിൾ എം.എൽ.എ, സ്റ്റീഫൻ ജോർജ് എക്സ് എം.എൽ.എ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സ്മൃതി സംഗമത്തിൽ പങ്കുചേർന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.